നവാഗതയായ വർഷ വാസുദേവ് സംവിധാനം ചെയ്ത ചിന്ന ചിന്ന ആസൈ. ആ സിനിമയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. പൂർണ്ണമായും വാരണാസിയിൽ ചിത്രീകരിച്ച സിനിമ. മോക്ഷം തേടിയെത്തുന്ന മനുഷ്യ മനസ്സുകൾക്ക് അഭയകേന്ദ്രമായ വാരണാസി. അതുകൊണ്ട് തന്നെ മാധവൻ മാഷിനും ലീലയ്ക്കുമൊപ്പം വാരണാസിയിൽ ഒരു പ്രധാന കഥാപാത്രമാവുകയാണ്. മനുഷ്യ മനസ്സിലെ ചിന്ന ചിന്ന ആസൈകളും അത് പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന മോക്ഷവും കഥയുടെ പാശ്ചാത്തലവും മനുഷ്യാവസ്ഥയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സിനിമയുടെ കാതൽ. വാരണാസിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ലീല എന്ന തമിഴ് സ്ത്രീയുടെ കഥയാണ് ചിന്ന ചിന്ന ആസൈ പറയുന്നത്. വൈകാരിക നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു പുസ്തകം വായിക്കുന്നത് പോലെ കണ്ടിരിക്കാവുന്ന സിനിമ. കോഴിക്കോട്ടുകാരനായ ഒരു റിട്ടയർഡ് UP സ്കൂൾ അധ്യാപകനാണ് ഇന്ദ്രൻസിന്റെ മാധവൻ മാഷ്. യാദൃച്ഛികമായി ലീലയെ കണ്ടുമുട്ടുന്നു. മധ്യവയസ്സിൽ എത്തി നിൽക്കുന്ന രണ്ടുപേർ, ജീവിതത്തിലെ വലിയൊരു കാലഘട്ടം കുടുംബത്തിനായി ജീവിച്ചു തീർത്തവർ. അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അതുവരെ അനുഭവിക്കാത്ത സമാധാനവും പ്രണയവും കരുതലുമെല്ലാം അവർ അനുഭവിക്കുന്നുണ്ട്. ഒറ്റപ്പെടലിൽ നിന്ന്, വേദനകളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് തന്നെ മോക്ഷം തേടിയാണ് ആളുകൾ വാരണാസിയിൽ എത്തുന്നത്. ഇവിടെ അവരും മോക്ഷം കണ്ടെത്തുന്നുണ്ട്. അവരുടെ ഉള്ളിലെ ചെറിയ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഇന്ദ്രൻസും അതുപോലെ മനോഹരമായി തന്നെ തങ്ങളുടെ കഥാപാത്രങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് കണ്ടുപരിചയമുള്ള ഒരു ആശയമാണെങ്കിലും സംവിധാന മികവ് കൊണ്ടും പ്രകടനങ്ങൾ കൊണ്ടും സിനിമ അവസാനം ഉള്ളു നിറയ്ക്കുന്ന അനുഭവമാവുന്നുണ്ട്. സംഭാഷണങ്ങളിലൂടെയാണ് ചിത്രം മുന്നേറുന്നത്. കഥാപാത്രങ്ങളുടെ പശ്ചാത്തലവും മാനസികാവസ്ഥയും അവരുടെ ഉള്ളിലെ ഒറ്റപ്പെടലുമെല്ലാം സംഭാഷണങ്ങളിലൂടെയാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഗോവിന്ദ് വസയുടെ സംഗീതവും ചിത്രത്തെ വൈകാരികമായ ഒരു അനുഭവം നമ്മളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. ഫീൽ ഗുഡ് ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അനുഭവമാണ് ചിന്ന ചിന്ന ആസൈ. അപർണയുടെയും വിഷ്ണു അഗസ്ത്യയുടെയും കഥാപാത്രങ്ങളും ശ്രദ്ധേയമാണ്. സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും ജാഫർ സാദിഖിന്റെ ഷെട്ടിയും നമ്മുടെ മനസ്സിൽ തങ്ങുന്നതാണ്. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.